ഹായ്. ഉറപ്പുള്ള വീടുകൾ നിർമ്മിക്കാൻ പലതരം ഫൗണ്ടേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ടുള്ള കരിങ്കൽ ഫൗണ്ടേഷനും അല്ലെങ്കിൽ പ്ലിന്ത് ബീം അങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില മണ്ണിൽ നമുക്ക് പൈല് ചെയ്യുന്നതോടൊപ്പം തന്നെ ചില പ്രത്യേക ഫൗണ്ടേഷൻസ് ഉപയോഗിക്കുക. അതിലൊന്നാണ് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത ഏരിയയിലെ മണ്ണിനെ റിങ്ങോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വെല്ലുകൾ താത്തി അതിനുള്ളിലെ ഏരിയ കോമ്പാക്ട് ചെയ്ത് സ്റ്റേബിൾ ആക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പോ ഈ ഒരു രീതിയിൽ ആ ഒരു നിശ്ചിത ഏരിയയെ പ്രത്യേകമായിട്ടൊരു പോർഷനായിട്ട് എടുത്ത് സ്റ്റേബിൾ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഏരിയയിലെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കുകയും അവിടേക്ക് ഒരു ഫുട്ടിങ്ങോ അല്ലെങ്കിൽ കണക്ഷൻ ബീമിലൂടെ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാനായിട്ട് അവിടെ സാധിക്കും. വെൽ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് ആ ഒരു ഡിസൈൻ ക്രൈറ്റീരിയസ് ആണ്. ഏത് ടൈപ്പിലെ ബിൽഡിംഗ് ആണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് വരുന്ന ലോഡ് എന്താണ്, അത് ഏത് ടൈപ്പിലെ മണ്ണിലാണ് വെക്കുന്നത്. അപ്പൊ അതിന്റെ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്തിട്ട് അത് വെൽ ഫൗണ്ടേഷൻ സൂട്ട് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് എങ്കിൽ മാത്രം ഒരു ഡിസൈൻ വെൽ ഫൗണ്ടേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമതിന്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സാണ്. നമുക്ക് ഓപ്പൺ ടൈപ്പും ക്ലോസ് ടൈപ്പും വെൽ ഫൗണ്ടേഷൻ ചെയ്യാറുണ്ട്. ഓപ്പൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നോർമലി സിലിണ്ടറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു വെല്ലാണെങ്കിൽ അത് എക്സ്കവേറ്റ് ചെയ്ത് ആ ഏരിയയുടെ ബോട്ടം ഏരിയ ഫില്ല് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ബേസ് ആയിട്ട് നിർത്തി അതിൽ റെസിസ്റ്റൻസ് കൊണ്ടുവരികയും ടോപ്പ് ഏരിയ മാത്രം ഫില്ല് ചെയ്ത് കോമ്പാക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡുണ്ട്. ഇതെല്ലാം നമുക്ക് എത്ര ഏരിയയിലുള്ള അല്ലെങ്കിൽ എത്ര ടൈപ്പ് ബെയറിംഗ് കപ്പാസിറ്റി നമുക്ക് കിട്ടേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെലക്ഷൻ ഓഫ് വെൽ ഫൗണ്ടേഷൻ ചെയ്തെടുക്കുക. സാധാരണയായി വെൽ ഫൗണ്ടേഷൻ ചെയ്യുക ഇന്റർമീഡിയറ്റ് ആയിട്ട് ലൂസ് ലെയർ അല്ലെങ്കിൽ സോയിൽ ഉള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ ക്ലേ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോ നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ ഒരു ലോഡിനെ പ്രോപ്പറായിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലൂസ് സ്ട്രാറ്റയിൽ നിന്ന് മാറി ഒരു ഹാർഡ് സ്ട്രാറ്റയിലേക്ക് എത്തിക്കാനായിട്ട് ഈ വെൽ ഫൗണ്ടേഷൻ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം അതിന്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് ഏത് ഡെപ്ത് വേണം തീരുമാനിച്ച് അതിന്റെ എൻഡോ അല്ലെങ്കിൽ ഓപ്പൺ ടൈപ്പോ ആയിട്ടുള്ള വെൽ ഫൗണ്ടേഷൻ ആണ് സാധാരണ ചെയ്യുക. വെൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ സോയിൽ ടെസ്റ്റ് ചെയ്ത മണ്ണ് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റി തരുന്നതൊപ്പം തന്നെ ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് വെൽ ഫൗണ്ടേഷൻ. കാര്യം സെറ്റിൽമെന്റിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ബോട്ടം ലെയറിൽ നമുക്ക് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് സെറ്റിൽ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള മണ്ണാണെങ്കിൽ ഒരിക്കലും വെൽ ഫൗണ്ടേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം വളരെ ശ്രദ്ധയോടുകൂടി സോയിൽ ടെസ്റ്റ് റിസൾട്ട് നോക്കി ഒരു പ്രൊഫഷണൽ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ കൺസൾട്ടന്റ് സപ്പോർട്ടോട് മാത്രമേ നമ്മൾ വെൽ ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ സുരക്ഷയോടുകൂടി സ്റ്റേബിളായി നമുക്ക് ആ വീട് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ.